നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നതും കാണിച്ചു തരാനും പോകുന്നത് ലേഡീസിൻ്റെ ബൈസെപ്സ്. അതായത് അവർക്ക് ബൈസെപ്സ് മസിലിൻ്റെ ആവശ്യമില്ല, ബൈസെപ്സ് തള്ളുന്നത് അവർക്ക് ഇഷ്ടമല്ല. ആ ബൈസെപ്സ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് ഇതാണ് ബൈസെപ്സ് മസിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഷേപ്പ്. പുരുഷന്മാരെ സംബന്ധിച്ച് നല്ലൊരു ഷേപ്പും ഇതുപോലെ കൂടുതൽ ചതയോ അല്ലെങ്കിൽ മസിലോ വരുന്നത് ഒരു ഭംഗി തന്നെയാണ്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് അതൊരു അഭംഗിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്കിവിടെ സൈസ് അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കുക, ഇവിടെ ഒരുപാട് ചതയുള്ളതുകൊണ്ട് ചത കുറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു അവരുടെ അവിടെ ഒരു കാരണവശാലും അവർക്ക് അവിടെ ചത വരാൻ പാടില്ല, അല്ലെങ്കിൽ അവിടുത്തെ മസിൽ തള്ളി ഇതുപോലെ ഷേപ്പ് വരാൻ പാടില്ലാത്ത ഒരു ആവശ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരെ വർക്കൗട്ട്. അപ്പോൾ അവർക്ക് ഒരു വർക്കൗട്ടേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും പരമാവധി ഒരുപാട് നമ്പർ ചെയ്ത് 3 സെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാവിയിൽ ഇതുപോലെ സ്ത്രീകൾക്കുണ്ടാകുന്ന ഈ ചത അത് തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കാൻ പറ്റും. ഒരൊറ്റ വർക്കൗട്ടേ ഉള്ളൂ. അതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അബി, നമ്മളിപ്പോൾ ജെൻസിൻ്റെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ലേഡീസിൻ്റെ കഴിഞ്ഞ ജെൻസിൻ്റെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു, അവർക്കുള്ളത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു നമ്മൾ. ഇനിയിപ്പോൾ നമ്മൾ ലേഡീസിൻ്റെ ഈ ബൈസെപ്സാണ്. അപ്പോൾ അവർക്ക് ഇവിടെ ഈ ചത എന്ന് പറയുന്നതാണ് നല്ല, ഇവിടെ കുറച്ച് മാസ് അവർക്കുണ്ട്. അത് കുറയ്ക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും ആഗ്രഹം, ആവശ്യം. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ വണ്ണം തോന്നിക്കുന്നത് അവർക്ക് കൈയാണ്. അവരുടെ ഉടലെന്ന് പറഞ്ഞത് എപ്പോഴും ഒതുങ്ങിയതായിരിക്കും. പരമാവധി എനിക്ക് തോന്നുന്നു 80% സ്ത്രീകൾക്കും ഉടൽ ഒതുങ്ങിയ ഉടലായിരിക്കും. പക്ഷേ അതിലൊരു 20%ആണ് ജന്മന ഫ്രെയിം വലുതായിരിക്കും. ആ ഫ്രെയിം വലുതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഫ്രെയിമാണ്, അത് ഈശ്വരൻ്റെ ആ ഒരു ഇത് കിട്ടുന്നതാണ്. അതായത് ജന്മന കിട്ടുന്ന ഒരു ഫ്രെയിം, അതിനെ നമുക്ക് കുറയ്ക്കാനോ അല്ലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് അങ്ങനെ തന്നെയാണ്. ഒരു പ്രായം കഴിഞ്ഞാലും അത് കുറയത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടത് അപ്പോൾ എല്ലാവരെയും വിഷമപ്പെടുത്തുന്നത്, ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് വിഷമപ്പെടുത്തുന്നത് വെച്ചാൽ കൈയിലെ വണ്ണം കൂടുമ്പോഴാണ് അവർക്ക് വണ്ണം കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ വണ്ണം കുറയ്ക്കുക എന്നുള്ള, വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് വയ്ക്കുക, ചില സ്ത്രീകളുടെ ഉടൽ വണ്ണത്തിൽ കുറഞ്ഞിരുന്നാൽ നമുക്ക് അവർ മെലിഞ്ഞായിട്ട് തോന്നും. പക്ഷേ വണ്ണം ഇല്ല, ഇതുപോലെ ഉടൽ വണ്ണം കുറവും കൈക്ക് വണ്ണം ഉണ്ടെങ്കിൽ ഭയങ്കര വണ്ണമായിട്ടും തോന്നും അല്ലേ? അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അവർക്കൊരു വിഷമമുണ്ട്, അത് കുറയ്ക്കാനുള്ള എന്താണെന്ന്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് അവർ ഈ വർക്കൗട്ടിൽ കൂടെ നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ അവരത് കാണാതെ പോവുകയോ അല്ലെങ്കിൽ അത് അവർക്ക് കിട്ടാതെ പോവുകയാണെങ്കിൽ ഇതിൽ കൂടി അവർക്ക് അത് മനസ്സിലാവട്ടെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി ഒരു എക്സസൈസേ ഉള്ളൂ, ഒരു വ്യായാമമേ ഉള്ളൂ. അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. എടുക്കാം, നിന്ന് അങ്ങ് കാണിച്ചു കൊടുക്കാം. ഇരുന്ന് കാണിക്കാൻ പറ്റത്തില്ല. അത് ഒരു കയ്യിൽ കാണിച്ചു കൊടുത്താൽ എന്ന് വെച്ചാൽ രണ്ടും ചെയ്യണം. ഓരോ ഇതിൽ ചെയ്ത് അങ്ങനെ ചെയ്യുന്നതാണ് അവർക്ക് നല്ലത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഈ വെറുതെ ഇരിക്കുന്ന കൈ അങ്ങ് പുറകിലോട്ട് വയ്ക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പം പുരുഷന്മാരെ സംബന്ധിച്ച് മുന്നിലോട്ട് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? എന്ന് വെച്ചാൽ നമുക്ക് നല്ല ലെങ്തും അതനുസരിച്ചുള്ള പൊക്കവും ഒക്കെ വരണം. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് അതല്ല. അപ്പോൾ അവരുടെ വർക്കൗട്ട് എന്ന് പറയുന്നത്, അതായത് അവരുടെ ഇവിടുത്തെ ചത കുറയ്ക്കാൻ പോകുന്ന വർക്കൗട്ട് എന്ന് വെച്ചാൽ ഇതിങ്ങനെ പുറകിൽ വരണം. ഇതാണ് ഇത് ചെയ്തേ, അതാണ് ഫുള്ള് ഉണ്ടോ? അപ്പോൾ അങ്ങനെയാകുമ്പോൾ കണ്ടോ, അവർക്ക് തള്ളി വരുന്നില്ല, അവരുടെ മസിൽ ഇങ്ങനെ അല്ലെങ്കിൽ അവരുടെ ചത തള്ളി വരുന്നില്ല, അകത്തോട്ടാണ് പോകുന്നത് ഇല്ലേ? അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലേ? വെളിയിലോട്ടല്ല അല്ലേ? അപ്പോൾ ഇപ്പോൾ ഇത് കാണുമ്പോൾ അതൊക്കെ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഇത് ഈ രീതിയിൽ വേണം ചെയ്യാം. ഒരിക്കലും മുന്നിലോട്ട്, അതായത് ഇനി പറയാം, ഇങ്ങനെ മുന്നിലോട്ട് വെച്ച് ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? അങ്ങനെ മുന്നിലോട്ട് ചെയ്യാതെ പുറകിലോട്ട് വെച്ച് നിങ്ങളുടെ നമ്മുടെ ഡിപ്പിൻ്റെ, അതായത് നമ്മുടെ ബട്ടക്സിൻ്റെ അവിടെ ഇങ്ങനെ വരിക. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും വർക്കൗട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നട്ടലെന്ന് പറഞ്ഞിരിക്കണം. അത് നിർബന്ധമാണ് എനിക്ക്. ഒരു കാരണവശാലും ഇങ്ങനെ കുനിഞ്ഞു നിന്നോ അല്ലെങ്കിൽ അലക്ഷ്യമായി നിന്നോ ഒരു വർക്കൗട്ടും ചെയ്യാൻ പാടില്ല. അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല. അപ്പോൾ അത് ഞാൻ ഓരോ വർക്കൗട്ടിനും അബിയെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ മനസ്സിലായില്ല അബി? അപ്പോൾ അത് അബി എപ്പോഴും മനസ്സിലായി. അപ്പോൾ അത് അങ്ങനെ ആയിരിക്കണം നമ്മൾ. എന്നാൽ ഇത്രയും വേണ്ട. ഓക്കെ അബി, ഇതിങ്ങനെ ഉയർത്തരുത്. ശരി. ഓക്കെ, മനസ്സിലായല്ലോ? അബിക്ക് അത് മനസ്സിലായല്ലോ? ഫീൽ അല്ലേ? നേരത്തെ ചെയ്തതിനേക്കാളും നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് എനിക്ക് വ്യത്യാസം മനസ്സിലാവുന്നു. എങ്ങനെയാണ് വ്യത്യാസം? നമ്മൾ ജെൻസിന് ചെയ്യുമ്പോൾ ഫ്രണ്ടിലോട്ട് എടുക്കുമ്പോൾ ഈ പീക്ക് എല്ലാം കൂടെ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട് ജെൻസിന് വേണ്ടി. ലേഡീസിന് ചെയ്യുമ്പോൾ കൈ ബാക്കിൽ അതിന്റെ ഒരു സ്ട്രെയിൻ നമുക്ക് ഫീൽ ചെയ്യില്ല. അത് അകത്തോട്ട് പോകുന്നത് തോന്നുന്നു അല്ലേ? അതായത് കുറയുന്നതോ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ എന്തോ മസിലിന്, അതായത് ആണുങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ മസിലിന് എന്തോ നമുക്ക് എഫക്റ്റ് ചെയ്യുന്നില്ലല്ലോ, എന്തോ ദോഷം വരുന്നല്ലോ എന്നൊരു തോന്നല് അല്ലേ? അതെ. പക്ഷേ ഇതാണ് യഥാർത്ഥത്തിൽ പെണ്ണുങ്ങൾ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ്.
സ്ത്രീകൾ ഞാൻ പഠിച്ചു വെച്ച എനിക്കറിയാവുന്ന കാര്യമാണ്, ബാക്കിയൊന്നും ഞാൻ അതിനുവേണ്ടി ഒന്നും പറയുന്നില്ല. എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം സ്ത്രീകളുടെ വർക്കൗട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് അവർക്ക് നല്ലത് അല്ലേ. അപ്പോൾ അതാണ് ഞാൻ ചെയ്ത് പറയുന്നേക്കാൾ നല്ലത്. അത് അബിയിൽ ചെയ്തപ്പോൾ അതിലെന്താണ് വ്യത്യാസം അബിക്ക് മനസ്സിലായി. അപ്പോൾ അത് മോശമല്ലെന്ന് നമുക്ക് വിലയിരുത്താം അല്ലേ. ഓക്കെ, അപ്പോൾ അപ്പുറത്തും കൂടെ ഒന്ന് കാണിച്ചു മറ്റേ. അപ്പോൾ അതല്ല, ഇപ്പോൾ ചെയ്യാതെ ഇരിക്കുന്ന ഒരു കൈ തീർച്ചയായിട്ടും നമ്മൾ ഈ പുറകിൽ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ കാലുകൾ നല്ല രീതിയിൽ നല്ല ബോഡി നല്ല സ്ട്രെയിറ്റ് ആയിരിക്കണം. ഒരു കാരണവശാലും അലക്ഷ്യമായൊരു കുനിഞ്ഞു നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നോക്കി ചെയ്യൽ ഒരേ പോയിന്റിലായിരിക്കണം. നമ്മുടെ മനസ്സും എപ്പോഴും മനസ്സിലാക്കണം. ഏത് വർക്കൗട്ട് ചെയ്താലും നമ്മളെ മനസ്സും നമ്മളെ ശരീരവും ഒരുപോലെ പ്രവർത്തിക്കണം. നമ്മൾ എന്താണ് ചെയ്യണോ, ഏത് സ്പോർട്ടിലാണ് ചെയ്യണോ അവിടെ ആയിരിക്കണം നമ്മളെ മൈൻഡ്, നമ്മളെ ശ്രദ്ധ മുഴുവനും ആ ഭാഗത്തോട്. ഏത് വർക്കൗട്ട് ചെയ്താലും അത് വളരെ സൂക്ഷിക്കുക. അത് വളരെ എന്താ പറയുക, ഒരു അത്യാവശ്യമായ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. നമ്മൾ ഏത് വർക്കൗട്ട് തന്നെ ചെയ്തോട്ടെ, എന്ത് വർക്കൗട്ട് തന്നെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ മൈൻഡ്, നമ്മളെ മനസ്സെന്ന് പറഞ്ഞാൽ ഇതാണല്ലോ നമ്മളെപ്പോഴും തലച്ചോറിൽ നിന്നുണ്ടാകുന്ന, അതുകൊണ്ടാണല്ലോ ഉണ്ടാകുന്നത്, അല്ലാതെ ഹാർട്ടിൽ നിന്നുണ്ടാകുന്ന അല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നമ്മളെ മൈൻഡ്, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിലായിരിക്കണം, ആ സ്പോട്ടിലായിരിക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴല്ലോ ഭയങ്കര ഒരു വ്യത്യാസം നമ്മളെ മനസ്സിനും ശരീരത്തിനും നല്ല പെട്ടെന്നായിരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. ഇപ്പം നമ്മൾ വേറെ എവിടെയെങ്കിലും നോക്കി അല്ലെങ്കിൽ വേറെ ശ്രദ്ധിച്ച് അങ്ങ് ചെയ്യുമ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത് നമുക്ക് ഒരു ഇതും ഇല്ലാതെ പോകും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് വ്യായാമം ചെയ്യുമ്പോൾ, വേറെ എന്ത് ചെയ്ത് എന്ന് നമുക്കത് പറയാൻ പറ്റത്തില്ല, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ വ്യായാമം പഠിപ്പിക്കുമ്പോഴും വ്യായാമം ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും ഇപ്പം നമ്മളിപ്പോൾ ജിമ്മിൽ തന്നെ ഒരു പയ്യൻ വന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ അവ ഇപ്പോൾ മൊബൈലിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ പാട്ട് കേട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പറയും താളവും മേളമൊക്കെ നല്ലത് തന്നെ, നിൻ്റെ ശ്രദ്ധ, നീ ഏത് വർക്കൗട്ടിന് ചെയ്യണോ അതിലായിരിക്കണം നിൻ്റെ ശ്രദ്ധ. അപ്പോൾ അതനുസരിച്ച് നിൻ്റെ മനസ്സും ശരീരവും അർപ്പിച്ച് വേണം നീ വ്യായാമം ചെയ്യാൻ എന്ന് പറയും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അത് ഞാൻ പറയേണ്ട ഒരു സാഹചര്യം വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അലക്ഷ്യമായ എന്തെങ്കിലും ചെയ്യാതെ അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്നത് അത് നോക്കുക. അതാണ് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ എവിടെ നമ്മൾ നോക്കിയാലും നമ്മളെ മനസ്സ് നമ്മൾ ചെയ്യുന്ന ഭാഗത്ത് പോയാൽ കറക്റ്റ് സക്സസ്. മനസ്സിലായില്ലേ? അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ അബി ചെറിയ വേറൊരു ഇങ്ങനെ ശ്രദ്ധ പോയോ എന്നൊരു സംശയമുള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അബി അങ്ങനെ പോയതുകൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റിയത്. മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് പോയത് നല്ലതാണ്. അത് നമുക്കതുകൊണ്ട് അത് ഇതുവരെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇത് ക്ലിയർ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കത് ഇതിപ്പോൾ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിച്ചു. ഓക്കെ. ഇനി ഞാൻ എല്ലാ വീഡിയോയിലും അത് പറയാൻ ഉദ്ദേശിക്കുന്നുമുണ്ട്. മനസ്സും ശരീരവും ഒരുപോലെ പ്രവർത്തിക്കട്ടെ. ഓക്കെ അബി. അപ്പോൾ ഇത് മുകളിലോട്ടൊന്ന് കയറ്റിക്കുമ്പോൾ അത് മതി. ഫുള്ള് താഴോട്ട് പോയിക്കുക. മതി. അത്ര ഫുള്ള് വേണ്ട. മതി. ഓക്കെ. അതെ. കാരണം ഒരുപാട് താഴെ പോകണ്ട. കാരണം അവർക്ക് നീളം വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് താഴെ പോകാതെ നമ്മുടെ ഈ ഫ്രണ്ട് തൈസ് അതും തുടയുടെ അവിടെ വന്നാൽ മതി. ഒന്ന് കാണിച്ചു കൊടുക്കുക ഭാവി. കാരണം അത് അവർക്കൊരു സംശയം വരാൻ പാടില്ല. നമ്മളൊരു കാര്യം ചെയ്തു കൊടുക്കുമ്പോഴേ അവർക്കതൊരു ക്ലിയർ വേണമല്ലോ. അതെ, ഇവിടെ വരാവും. കണ്ടോ, ഡമ്പൽ ഇവിടെ വരാവും. മനസ്സിലായില്ലേ? അപ്പോൾ താഴോട്ട് ഇവിടെ നിന്ന് അങ്ങ് താഴോട്ട് പോകുമ്പോഴെന്തല്ല മനസ്സിലാകുന്നുണ്ടോ, ഇത് വലിയുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് വേണ്ട. ഈ ഫ്രണ്ട് ഈ തൈസ് അതായത് തുടയുടെ അവിടെ അങ്ങനെ നിന്നാണ്. ഓക്കെ. അപ്പോൾ ഇതുകൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കാം അബി. വിഷമമൊന്നുമില്ലല്ലോ. ഓക്കെ അബി. അല്ല അബി സിംഗിൾ കാണിച്ചു മതി. അവർക്ക് ശരിക്കും സിംഗിളാണല്ലോ. അല്ലെങ്കിൽ ഓക്കെ. കണ്ടല്ലോ, ഇതാണ്. മനസ്സിലായല്ലോ അബി? തീർച്ചയായിട്ടും. ഇതല്ലേ അല്ലേ? ഫുള്ള് ഇറങ്ങി വേണം അവർക്ക് അവരുടെ ഡ്രസ്സ് ഇടുമ്പോൾ, അതായത് അവർക്ക് ബ്ലൗസ് ഇടുമ്പോൾ ഒരു കാരണവശാലും ഇവിടെ ഇങ്ങനെ തള്ളിയിരിക്കുന്നോ അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരുപാട് നീളമുള്ള മസിലായി പോകുന്ന അവർക്ക് പരാതിയില്ല. നമ്മൾ ഹാപ്പി, അവർ ഹാപ്പി. അപ്പോൾ അബി നമുക്കിപ്പോൾ ലേഡീസിനുള്ള ബൈസെപ്സിൻ്റെ, അതായത് ഇവിടെ ചതയുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള എക്സസൈസ് നമ്മളിതിൽ കൂടെ പറഞ്ഞു കൊടുത്തു. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് സ്ക്വാട്ടാണ് ചെയ്യുന്നത്, ലെഗിന് വേണ്ടി. കാരണം കാലിൻ്റെ തുടയ്ക്ക് വേണ്ടി എന്ന് പറയാം, കാലിൻ്റെ തുടയ്ക്ക് വേണ്ടി ഉള്ള ഒരു വർക്കൗട്ടാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വേറൊരു മസിലിലോട്ട് പോകുന്നത്, അത് ട്രൈസെപ്സിലോട്ട് പോകണം. അതിൻ്റെ കാര്യം ഞാൻ അടുത്ത എപ്പിസോഡിൽ അത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ലെഗ് മസിലാണ്, കാലിൻ്റെ തുടയ്ക്ക് വേണ്ടിയുള്ള മസിലിന് വേണ്ടിയുള്ള എക്സസൈസാണ്. തീർച്ചയായിട്ടും ഞങ്ങളത് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ലേഡീസിന് ചെയ്ത ഈ ഒരു ബൈസെപ്സ് മസിലിൻ്റെ ഒരു ഐറ്റം നിങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകരുത്, തെറ്റായിട്ട് ചെയ്യില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത ഒരു മസിലിനായിട്ട് ഞാൻ ഉടനെ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. ഓക്കെ.